ഹലോ പീപ്സ്, വെൽക്കം ബാക്ക്. ഓക്കെ, പക്ഷേ നമ്മൾ ഷിഹാബ് ചോറ്റൂർ കേരളത്തിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പോകുന്ന ആ ഒരു ഇതിൻ്റെ ഇപ്പോൾ ഏകദേശം കാസർഗോഡ് ആയി നോക്കാം. കാസർഗോഡ് കഴിഞ്ഞപ്പോൾ കാനങ്ങാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ സൈഡ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. തമിഴിനൊക്കെ കൊടുത്താൽ മാതിരി തന്നെ എന്തായാലും നമ്മുടെ ഷിഹാബ് ചോറ്റൂർ എന്തായാലും ഇപ്പോൾ എത്തിയിട്ട് വിശ്രമിക്കാൻ കയറിയിട്ടുള്ള ആ ഒരു രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൽ കൂടുതൽ രംഗങ്ങളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായാലും കഴിച്ച് നല്ല ജനത്തിരക്കുന്നുണ്ട്. ജനത്തിരക്ക് നമ്മൾ ഷിഹാബ് ചോറ്റൂർ വിശ്രമിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അങ്ങാടിയിലോട്ടൊന്നും കയറാൻ വയ്ക്കുന്നില്ല. ഭയങ്കര ഒരു രീതിയിലുള്ള ട്രാഫിക് ജാമും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങാടിയൊക്കെ ഭയങ്കര ഇതിൽ ബ്ലോക്കാണ്. ഓക്കെ, എന്തായാലും ഒരുപാട് പേര് കാണാനത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്തിരി സപ്പോർട്ടൊക്കെ കൊടുക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഒരുപാട് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഷിഹാബ് ചോറ്റൂർ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഉള്ളിലേക്ക് അദ്ദേഹത്തിന് കടക്കാൻ സാധിക്കുന്നില്ല. കാരണം അത്രയും പേരാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തുന്നത്. ഓക്കെ, കേരളത്തിൻ്റെ 4 ജില്ലകളിൽ നിന്ന് ഒരുപാട് പേരാണ് ഇപ്പോൾ ഷിഹാബ് ചോറ്റൂറിനെ കാണാൻ വേണ്ടി എത്തുന്നത്. എന്തായാലും ഒരുപാട് പേരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവും. എന്നാലും ഷിഹാബ് ചോറ്റൂർ എന്തായാലും വരുന്ന രംഗങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഷിഹാബ് ചോറ്റൂർ അകത്തേക്ക് കടക്കുന്ന രംഗങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഭയങ്കര ഇതിൽ തിരക്കായത് കൊണ്ട് തന്നെ ക്യാമറ ഒന്നും റെഡിക്കാനാവത്തില്ല. എന്തായാലും ഷിഹാബ് ചോറ്റൂർ വരുന്ന രംഗങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. എന്നാണ് ഷിഹാബ് ചോറ്റൂർ വരുന്നത്. എന്തായാലും അദ്ദേഹത്തെ സുരക്ഷിതമായി തന്നെ ഉള്ളിലേക്ക് എത്തിക്കുന്നുണ്ട്. വളരെ സുരക്ഷിതമായി തന്നെ എത്തിക്കുന്ന രംഗങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പേര് പള്ളിക്ക് പുറത്ത് സ്ഥലങ്ങളിലൊക്കെയായിട്ട് ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തിന് ഒരു സുരക്ഷിതമായ രീതിയിൽ അദ്ദേഹത്തിന് ഉള്ളിലേക്ക് ഇറക്കുന്നുണ്ട്. ഷർട്ടൊക്കെ താത്തിക്കാണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയുടെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അങ്ങനെ അവസാനം നമ്മൾ ഷിഹാബ് ചോറ്റൂറിനെ ഒരു വിശ്രമത്തിനായി ഉള്ളിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട്. ഒരുപാട് കൊച്ചുകുട്ടികൾ, ഒരുപാട് വയസ്സായ ആൾക്കാർ വരെ കാണാൻ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഷിഹാബ് ചോറ്റൂറിൻ്റെ പ്രസംഗത്തിലോട്ട് കടക്കാം. ഷിഹാബ് 2 വാക്യങ്ങളോട് പറയും. എല്ലാവരും സൈലന്റ് ആകാം. എല്ലാവരും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാം. ഒരു നിമിഷം പോലും നഷ്ടപ്പെടാതെ അള്ളാഹുവിന്റെ തൃപ്തിയിലായി മക്കയിലെത്താനും ഹജ്ജ് ചെയ്യാനും വേണ്ടി ദുആ ചെയ്യാം. വീട്ടിലുള്ള പ്രായമായ ഉമ്മമാരോട് പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത്. എല്ലാവരും ഞാൻ ദുആയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇപ്പം നമ്മൾ ഷിഹാബ് ചോറ്റൂർ നിൽക്കുന്നത് നമ്മളെ കേരളത്തിൽ മലപ്പുറത്തിന് മുത്തായി ഷിഹാബ് ചോറ്റൂർ ഇപ്പോൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതിന് മുമ്പ് പണ്ട് കാലങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഹജ്ജിന് നടന്നു പോയിരുന്നു. മലപ്പുറത്തുള്ള ആൾക്കാർക്ക് നടന്നു പോയിട്ട് ചരിത്രമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ നമ്മൾ ഷിഹാബ് ചോറ്റൂർ ഇപ്പോൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡത്തെ വിശ്വാസങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ഇപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഏകദേശം ആ സ്ഥലത്തായിട്ട് ഇപ്പോൾ ഷിഹാബ് ചോറ്റൂർ എത്തിയിരിക്കുന്നത്. ഇതെന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൽ മുസ്ലിംസോ ഹിന്ദുക്കളോ ക്രിസ്ത്യൻസിൻ്റെ വേർതിരിവില്ലാതെ എല്ലാ മതസ്ഥരും ആ ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ആ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. വേണ്ട എല്ലാ കാര്യങ്ങളും, എല്ലാ ഒരുക്കങ്ങളും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടുതൽ വിശ്വാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഷിഹാബ് ചോറ്റൂറിൻ്റെ അങ്ങാടിയിൽ നടക്കുന്ന വിശ്വാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിവേ ഇങ്ങനെ പോയി നമ്മൾ ഹജ്ജിൻ്റെ അവിടെ എത്തും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് അത്യാവശ്യം നല്ല കാലദൂരം ഉണ്ടാവും. എന്തായാലും നല്ല രീതിയിൽ നല്ല എത്രയോ കിലോമീറ്റേഴ്സ് ഞാൻ പറഞ്ഞു, എനിക്ക് 8,000 സംതിങ് എത്രയോ കിലോമീറ്റേഴ്സ് നടന്നാൽ കഴിച്ച് ഇപ്പോൾ ഹജ്ജിനെത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും ഡെഡിറ്റേഷൻ വേണം കഴിച്ച്. എനിക്ക് ഡെഡിറ്റേഷൻ ആലോചിച്ച് നോക്കുക. കാരണം നമുക്ക് പ്ലെയിനും കാര്യങ്ങളൊക്കെ എല്ലാ ആധുനിക സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഇത്രയും ദൂരമൊക്കെ പോയി കണ്ട് ഹജ്ജൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ പ്രതിഫലം വേറെ തന്നെ ആയിരിക്കും. ഒരുപാട് മുസ്ലിങ്ങളായിക്കോട്ടെ അമുസ്ലിങ്ങളായിക്കോട്ടെ എല്ലാവരും സപ്പോർട്ടായി നിൽക്കുന്നുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇനി അതിൻ്റെ കൂടുതൽ വിശ്വാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൈഡിൽ കാസർഗോഡത്തെ വിശ്വാസമാണ്. ഓക്കെ, കാസർഗോഡത്തെ അങ്ങാടിത്തെയും കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ ഇപ്പോഴുള്ള വിശ്വാസമാണ്. കൂടുതൽ വിശ്വാസം നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നവർക്കും. എനിവേ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ വീഡിയോസിന് കണ്ടു. ഇവിടെയാണ് നമ്മൾ ഷിഹാബ് ചോറ്റൂർ ഇപ്പോൾ ഏകദേശം നമ്മുടെ ബസ് സ്റ്റാൻഡിന് അടുത്തെത്താനായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ചുറ്റും നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് ആൾക്കാർ എന്തായാലും നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഓക്കെ, ബ്ലോക്ക് കാരണം അങ്ങാടിയിലായതുകൊണ്ട് തന്നെ അങ്ങനെ ട്രാഫിക്കും ആൾക്കാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട്. അങ്ങനെ ക്ഷീണിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ജസ്റ്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്.
കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് ആ വരുന്ന വിഷ്വൽസ് ഞാൻ കാണിച്ചിട്ട് കുറച്ച് ബാക്കിലായിട്ടാണ്. ജസ്റ്റ് എല്ലാവരും എന്താ അപ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ഡിസ്റ്റൻസ് വേണ്ട സംഭവം തന്നെയാണ്. ഇനി ഇതിൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കോ. അപ്പൊ എന്റെ പെണ്ണുങ്ങൾ എന്നോട് 2000 അങ്ങനെ ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ 2013 ഇവരൊക്കെ യൂട്യൂബും ഇതും തുടങ്ങുന്നതിന്റെ മുന്നേ ഞാൻ ഓരോ എന്തെങ്കിലും പോകുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്നിങ്ങനെ കാരണം ആർക്കും വിശ്വസിക്കാൻ പറ്റണ്ടേ ഈ തള്ളാന്ന് വിചാരിക്കേ. എന്തെങ്കിലും പോകാ നമ്മൾ കള പറയാന്ന് വിചാരിച്ചേ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. മുത്തേ, എന്താണ് വിശേഷം? അൽഹംദുലില്ലാ. എവിടെ എത്തി? ഞങ്ങളെ കണ്ണൂർ കഴിഞ്ഞിരിക്കുന്നു. പയ്യന്നൂർ അല്ലേ? എന്താണ് പോകുന്ന യാത്രയിലൊക്കെ എന്തെങ്കിലും വിഷയങ്ങളോ പ്രശ്നങ്ങളോ? അൽഹംദുലില്ലാ. ഒരു പരപ്പനങ്ങാടി ഫസ്റ്റത്തെ ദിവസമായി മസിലിനൊരു കാലിനല്ലേ? ഓ, അന്ന് ആ സുബൈ നിസ്കാരം കഴിഞ്ഞ മുതൽ പിന്നെ ഒരു കുഴപ്പമില്ല. അൽഹംദുലില്ലാ. എന്താ എങ്ങനെ മാഷാ അല്ലാഹ്, 10,000 പ്രാർത്ഥന ഉണ്ടല്ലോ. അൽഹംദുലില്ലാ. അതന്നെ ജീവിതത്തിൽ ഇനി ഇങ്ങനത്തെ ഒരു സമയം എനിക്ക് കിട്ടില്ല. സത്യം. അത്രയും വിലപ്പെട്ട ഇപ്പോൾ ഒരേ ഒരു പ്രാർത്ഥന ഉള്ള ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടരുത്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിട്ട് തന്നെ ആവണം എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന. അതെ അതെ. എന്നിട്ട് പിന്നെ പോകുന്ന വഴിയില് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ? ഫുഡൊന്നും ആൾക്കാർ ഫുഡൊക്കെ ഞാൻ വേണ്ടെന്ന് പറയാം. അതായത് എവിടെയും പറയാൻ വയ്യ. ഉണ്ടാക്കിയിട്ട് നമ്മള് കഴിക്കാത്തൊരവസ്ഥ വരുമ്പോൾ ഓൽക്കത് ഞാൻ എന്ത് ചെയ്യാൻ ഇപ്പൊ എത്രയ്ക്ക് എനിക്ക് രാവിലെ ഇപ്പൊ ഞാൻ ചായ കുടിക്കാനും 8:30 എനിക്ക് കഴിക്കേണ്ടത്. 8:00 എനിക്ക് വിശപ്പുണ്ടെന്ന് തോന്നിയപ്പോ ഞാനൊരു 8:15 എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ 8:00 ആവുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ എത്രനോട്ടും ചായ കുടിക്കുന്നു പറഞ്ഞു. അടുത്തെന്ത് സംഭവം എന്ന് വെച്ചാലേ ഈ ഡ്രസ് എങ്ങനെ അലക്കുന്നുള്ളൊരു കമന്റ് ഉണ്ടായിരുന്നു. എങ്ങനെ ഡ്രസ് പള്ളിക്കുന്ന അലക്കി അത് ഇതിന്റെ ഒക്കെ അതായത് ഈ ഡ്രസ്സുകളൊക്കെ ചെറിയ കനുള്ള ഡ്രസ്സാണ്. അതെ, മറ്റേ എന്താ പറയാ ടീഷർട്ടുകളൊന്നും ബാത്റൂമിൽ നിന്നൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടാല് പിന്നെ അതേമാതിരി എന്റെ ടീഷർട്ട് ഒരു ടീഷർട്ട് 20 ദിവസം ഇടാൻ പറ്റും. ഡെക്കാത്തലോൺ നിർത്തും. അത് വേർപ്പ് നിൽക്കുന്നില്ല, സ്മെല്ല് വരില്ല, ബാക്ടീരിയ ഉണ്ടാവില്ല. ഇതിനനുസരിച്ച് എടുത്താവൂലേ? അന്ന് ഡെക്കാത്തലോൺ പോയിട്ട് ഞാനും കാരണം ഒരുപാട് നോക്കി അങ്ങനെ എടുത്തു. ഓക്കെ. പിന്നെ എന്താ പറയാ, ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വിവാദങ്ങൾ ഉദിച്ചു വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാ? നോക്കാൻ തന്നെ പോകലില്ല എനിക്ക് എന്റെ ലക്ഷ്യത്തുകളെന്നൊക്കെ. ചിലർ പറയുന്നുണ്ട് ഞാൻ വ്ളോഗൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ മറ്റേ പിന്നില്ലേ വ്ളോഗ് ചെയ്യില്ലടാ അവന് അതേമാതിരിക്കൊക്കെ പോവാന്നൊക്കെ മനസ്സിലായി. അതെ അതെ. അല്ല, അത് ഞാൻ പറഞ്ഞു. എന്താ പറയാ, ഒരു അവന്റെ നാട്ടിൽ അല്ലെങ്കിൽ ഷിഹാബിനെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല. ഫേമസ് ആകാൻ വേണ്ടി പോകാൻ അതല്ല, അതും ഞാൻ പറഞ്ഞു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഷിഹാബ് എന്ന് പറഞ്ഞ ഒരുത്തൻ ഒരിക്കലും ഫേമസ് ആണെന്ന് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് ഞാൻ പറഞ്ഞു. കാരണം വേറെ ആരെങ്കിലും അപ്പൊ എന്റെ പെണ്ണുങ്ങൾ എന്നോട് 2000 അങ്ങനെ ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ 2013 ഇവരൊക്കെ യൂട്യൂബും ഇതും തുടങ്ങുന്നതിന്റെ മുന്നേ ഞാൻ ഓരോ ഇസ്ലാമിക് വീഡിയോ ആയിട്ട് വീഡിയോ ഇടുന്ന ആളാണ്. 2011 മുതൽ വീഡിയോ ഇടുന്ന ആളാണ്. അന്ന് മുതൽ എന്റെ ചാനലും ഉണ്ട്. പിന്നെയാണ് ഈ യൂട്യൂബും കൊറോണ ഒക്കെ വന്നപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്. അന്ന് ഞാൻ ഇങ്ങനെ ആക്റ്റീവ് അല്ലാത്ത ഇതാണ് ഞാനിത്. അപ്പൊ ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് മക്കത്തേക്ക് പോകണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. പോരാട്ടം അല്ല, കാശ്മീർക്കൊക്കെ പോയാൽ പോരെ? മഞ്ഞുമലൊക്കെ കാണാൻ പോയാൽ എത്രങ്ങാനും ആളുകൾക്ക് ഇഷ്ടമാണത്. നടന്നിട്ടില്ലേ? നടന്നിട്ടോ വണ്ടി പോയാലും ഫേമസ് ആവും. പിന്നെ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് ആൾക്കാര്. ഈ സംഭവം എന്താണെന്നറിയോ, പെട്ടെന്ന് അങ്ങനെ കേട്ടില്ല എല്ലാവരും. പെട്ടെന്ന് കേട്ട പോലിക്കൊക്കെ ഭയങ്കര ഒരു പിന്നെ ഇത് നമ്മൾ എന്റെ പെരക്കാര്, എന്റെ കൂട്ടുകാര്, നാട്ടിലുള്ള ആളുകള്, എന്റെ ഉസ്താദുമാര് ഇതൊക്കെ ഒന്നുമല്ല. അതായത് ഞാൻ എന്നും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ ഇങ്ങനെ പറയാ കുട്ടീന്റെ മരണമൊക്കെ ഉണ്ടായില്ല. അന്ന് തന്നെ ഇതിന് നാണ്ടി ഇങ്ങനെ നടക്കല്ലേ. ഇങ്ങനെ നടക്കും. ഒന്നും ശരിയായോന്ന് ചോദിച്ചു, ശരിയാവില്ല എന്നറിയാം. എന്തെങ്കിലും പോകുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം ആർക്കും വിശ്വസിക്കാൻ പറ്റണ്ടേ ഈ തള്ളാന്ന് വിചാരിക്കേ. എന്തെങ്കിലും പോകാ നമ്മൾ കള പറയാന്ന് വിചാരിച്ചേ. ഇന്നിപ്പോ എനിക്കൊരു വയത് കിട്ടുന്ന ഒരാള് കേട്ടപ്പോ ഏതൊരു തലപ്പിയോ ഒരാള് മറ്റുള്ളവരെ നമ്മൾ ഇതാക്കാൻ നമ്മളെന്താ ഞാൻ പറയാം ഔയപ്പാപ്പാവാൻ പോകല്ല നമ്മളിങ്ങനെ. പിന്നെ ആകെയുള്ളൊരു പേടി എന്താ വെച്ചാൽ ആളുകൾ ഇതൊരു ഇതായിട്ട് എടുക്കുമെന്നുള്ളത് പേടി. പാവപ്പെട്ട ആളുകളുണ്ടല്ലോ ഒരുപാട് ഇങ്ങനത്തെ. അവർ വിചാരിക്കും ഇങ്ങനെ തന്നെ ചെയ്താലേ എങ്ങനെ കിട്ടുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നു. അതിന് വേണ്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ല. ഞാൻ കുഞ്ഞിട്ടുള്ളപ്പോ ഞാനൊരു വീഡിയോ എടുത്തിരുന്നു. അപ്പം പറഞ്ഞിട്ട് ഇതൊന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ആൾക്കാരാകെ ശരി ഒരുപാട് ചെക്കന്മാര് ഞങ്ങൾക്കും പോണെന്നൊക്കെ പറയുന്ന വീഡിയോ ഉണ്ടോ? അതെ, ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ ഒരു സ്വപ്നം, എന്റെ ഒരു ആഗ്രഹമാണ്. ഇത് മറ്റുള്ളവന് ചെയ്യേണ്ട നിർബന്ധമാക്കപ്പെട്ട കാര്യമല്ല. ഇനി അങ്ങനെ ആർക്കെങ്കിലും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പോണതുകൊണ്ട് ഇതിലൊരു തെറ്റില്ല. ഈ വിമർശനം ഇതെന്നൊക്കെ പറഞ്ഞിട്ടില്ല. വിമർശിക്കുന്നവര് അത് ഓല മാത്രം പ്രശ്നമാണ്. അത് ഓല അങ്ങനെ ഓരോ പ്രശ്നമായിട്ടേക്കോളും. നമ്മളെ മുന്നിൽ നല്ല സമയമാണ് ഇപ്പൊ. ഓരോ കാൽച്ചുവടിനും ഓരോ നിമിഷം ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പൊ ആ ദിക്റും സലാത്തും അതിന് കിട്ടൂല. കുറെ പാവങ്ങൾ ചെയ്ത് നടന്നില്ല, ഓണം കളിച്ച് നടന്നില്ല. ഇപ്പൊ അതൊക്കെ കഴുകി കളയാനൊരു അവസരം കിട്ടിയിട്ട് കളയാതെ ഇരിക്കണ്ടല്ലോ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗ്യമല്ല നമുക്ക് കിട്ടിയത്. അങ്ങനെയൊക്കെ എന്നിട്ട് പറഞ്ഞോ
ഇതാ ഇപ്പൊ 10 മണി മഴയൊക്കെ ആവുമ്പോ നല്ല ബുദ്ധിമുട്ടാവോ? 9:54 മഴയൊക്കെ ആവുമ്പോ നല്ല ബുദ്ധിമുട്ടാവും.